പരിസരവുമായി ഇഴുകി നിൽക്കാൻ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ട്രാൻസ്പെറന്റ് വാല്യൂസ്, സുതാര്യ മൂല്യങ്ങൾ എന്നുള്ള പരമ്പരയിൽ അടുത്ത മൂല്യങ്ങളാണ് ആദരവും വാത്സല്യവും. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: റെസ്പെക്ട് ആൻഡ് ഫോണ്ട്നെസ് നറിഷ് ട്രസ്റ്റ്, ഹാർമണി ആൻഡ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സ്. ബഹുമാന വാത്സല്യങ്ങൾ, ബഹുമാനവും വാത്സല്യവും ഒരുമിക്കുമ്പോഴാണ് ബന്ധങ്ങൾ പക്വമാകുന്നത്. ബഹുമാനം ഓരോ വ്യക്തിയുടെയും മൂല്യത്തെ അംഗീകരിക്കുമ്പോൾ വാത്സല്യം അവരുടെ നന്മയും വളർച്ചയും ആഗ്രഹിക്കുന്നു. ഒളിമ്പസ് ദർശനത്തിൽ ഈ രണ്ടും ചേർന്ന മനോഭാവമാണ് സഹജീവിതത്തിന്റെ അടിത്തറ. ഇത് വിശ്വാസവും സമാധാനവും പരസ്പര വളർച്ചയും സൃഷ്ടിച്ച് വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ സമ്പന്നമാക്കുന്നു. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സുതാര്യ മൂല്യങ്ങൾ, ഈ വിഷയമാണല്ലോ നമ്മൾ സംസാരിച്ചു വരുന്നത്. നമ്മളും നമ്മുടെ പരിസരവും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഒരു ലോകം. ആ ലോകം, അതിനെ നമ്മൾ പ്രകൃതി എന്ന് വിളിക്കാം, പരിസ്ഥിതി എന്ന് വിളിക്കാം, പരിസരം എന്ന് വിളിക്കാം. കുറച്ചുകൂടെ വ്യാപ്തിയിൽ പറയുകയാണെങ്കിൽ നമുക്കതിനെ ജീവിതം എന്ന് വിളിക്കാം. ജീവിതവുമായിട്ട് ഏറ്റവും നന്നായിട്ട് ഇഴുകി പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റു ഘടകങ്ങളുമായിട്ട് ചേർന്നെഴുകി നിൽക്കാൻ, അവയുടെ ഭാഗമായിരിക്കാൻ, അവയുടെ താളത്തിനൊപ്പം പോകാൻ, അല്ലെങ്കിൽ അവയും നമ്മളും ഒരേ താളത്തിലാകാൻ ഒരു വഴി ആവശ്യമാണ്. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഈ സുതാര്യ മൂല്യങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്. ആ സുതാര്യ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്, ഇവിടെ ഒന്നായിട്ട് പറയാൻ കഴിയില്ല, രണ്ടെണ്ണം ഒരുമിച്ച് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടെണ്ണത്തെ ചേർത്ത് പറയുന്നത് ബഹുമാന വാത്സല്യങ്ങൾ എന്ന്. ഈ ബഹുമാന വാത്സല്യങ്ങൾ എന്ന് പറയുന്നത് ആദരവും സ്നേഹവും ചേർന്ന മനോഭാവമാണ്. ആദരം എന്ന് പറയുന്നത് നമുക്ക് വിപുലപ്പെട്ട ഒന്നിനോട്, നമ്മിലും വിപുലമായ ഒന്നിനോട് മുന്നിൽ വണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ആദരം. സ്നേഹം എന്ന് പറയുന്നത് അതിനോട് കരുതലോട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. വാത്സല്യം എന്ന് പറയുന്നത് അതിലും കൂടുതൽ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. സത്യത്തിൽ ഈ നെസ്റ്റഡ് ഹയറാർക്കി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ആ ഒരു സംവിധാനത്തിൽ വലുതും ചെറുതും ഉണ്ട്. പ്രകൃതിയിൽ വലുതും ചെറുതുമുണ്ട്. വലുതിനകത്ത് ചെറുതും ചെറുതിനെ പൊതിഞ്ഞു വലുതും നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ പാരസ്പര്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ പൊസിഷനിങ് കൃത്യമാവുക, നമ്മുടെ വിനിമയങ്ങൾ കൃത്യമാവുക. അപ്പൊ എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എൻ്റെ ഉപരിവ്യവസ്ഥയിൽ നിന്നും അത് സ്വീകരിക്കണം. ഭക്ഷണം വേണമെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഒരു പ്രത്യേക പരിധിയിൽ ആ ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ അതിനുമപ്പുറത്ത് അത് നിരന്തരമായി ലഭിക്കണമെങ്കിൽ ഉപരിവ്യവസ്ഥയിൽ നിന്നും എടുക്കണം. അപ്പൊ ഉപരിവ്യവസ്ഥയിൽ നിന്ന് എടുക്കാനും ഞാനെന്ന ഉപരിവ്യവസ്ഥ എന്റെ അവയവങ്ങൾക്ക് കൊടുക്കാനും തയ്യാറാകുമ്പോഴാണ് ഈ വിനിമയം കൃത്യമാകുക. ഇത് ഭൗതികമായ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ഉപരിവ്യവസ്ഥയും ഉപവ്യവസ്ഥയും തമ്മിലുള്ള പാരസ്പര്യം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് കൃത്യമായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. ഈ മനോഭാവം നമ്മുടെ പരിസരത്തുള്ള സർവ്വ വസ്തുക്കളോടും, ഉപരിവ്യവസ്ഥ എന്നുള്ള രൂപത്തിൽ കാണണ്ട, നമ്മുടെ മുന്നിലുള്ള സർവ്വ വസ്തുക്കളോടും ഈ ഒരു മനോഭാവം നമുക്ക് വെച്ചു പുലർത്തിയാൽ എല്ലാത്തിനോടും ചേർന്നിഴുകി നമുക്ക് നിൽക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാന വാത്സല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് വാല്യൂ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ആദരം എന്ന് പറയുന്നത് ഭയമല്ല, അത് സ്നേഹം ചേർന്ന ഒരു വികാരമാണ്. അവിടെ നമ്മൾ ആദരിക്കുന്നതെന്തോ അതിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന ഒരു സമീപനമാണ്. അതെന്തോ ആയിക്കോട്ടെ. ഈ ബഹുമാനം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനം, അതിനെ നമ്മൾ കാണുന്ന മാനത്തിനും അപ്പുറത്തുള്ള മാനങ്ങൾ അതിനുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു സമീപനമാണ്. ഇത് സത്യത്തിൽ നമ്മുടെ ബന്ധങ്ങളെ, ഞാൻ എന്റെ മുന്നിൽ കാണുന്ന ഒന്നിനെ ഞാൻ അംഗീകരിക്കുകയാണ്, ഞാൻ അതിന്റെ മുന്നിൽ വണങ്ങി നിൽക്കുകയാണ്, അതിന്റെ സ്ഥാനത്തെ, അതിന്റെ ആന്തരിക മൂല്യത്തെ ഞാൻ കാണാതെ കണ്ടറിയുകയാണ്. അതാണ് ബന്ധങ്ങളെ ഉയർത്തുന്നത്.
ആ ബന്ധത്തെ അവിടെ നിലനിർത്താൻ, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവിടെ ക്ലാഷായി, അംഗീകരിക്കുമ്പോൾ അവിടെ ഹാർമണിയായി. ആ ബന്ധങ്ങളെ ഉയർത്തുന്ന മൂല്യമാണ് ഈ ബഹുമാനം എന്ന് പറയുന്നത്. ഇതാണ് സത്യത്തിൽ സഹജീവിതത്തിന്റെ ആന്തരിക ശക്തി. ഇനി ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോ ഈ സഹജീവിതത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ കൂടെയുള്ളതിനെ, നമ്മുടെ മുന്നിലുള്ളതിനെ അംഗീകരിക്കുകയും അതിനോട് ചേർന്നിരിക്കുകയും നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സിംബയോസിസ് എന്ന് പറയുന്ന പ്രോസസ് തന്നെ. അത് ഈ ബഹുമാനം എന്ന് പറയുന്നത് ആ ഓരോ സത്തയുടെയും മൂല്യത്തെ അംഗീകരിക്കലാണ്. അത് നമ്മളെപ്പോലെ ആകണം എന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ മുന്നിൽ കാണുന്ന ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം, അത് എന്നെ പോലെ ആകണം എന്നില്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയെ ആദരിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഈ ബഹുമാനത്തിലൂടെ വ്യത്യസ്തതയെ ആദരിക്കുന്നു, അതിന്റെ അവകാശത്തെ മാനിക്കുന്നു, അതായിരിക്കാനുള്ള അവകാശത്തെ നമ്മൾ മാനിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ധർമ്മത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഇതാണ് ബഹുമാനം എന്ന് പറയുന്നത്. അതിന്റെ ധർമ്മത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ അതെന്താണോ ചെയ്യുന്നത് അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അതവിടെ നിൽക്കുന്നു. നീ ഇവിടെ നിൽക്കരുതെന്ന് പറയേണ്ട കാര്യമില്ല. അതിന്റെ വ്യത്യസ്തത, അതിന്റെ വൈവിധ്യത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള ഒരു സത്തയെ, അതിന്റെ സമ്പൂർണതയോടുകൂടി അംഗീകരിക്കുകയും എന്റെ സ്പേസിൽ തന്നെ അതിന് നിൽക്കാനുള്ള ആ ഒരു ഇടം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് അതിന് ഉയർന്നു കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം വാത്സല്യം എന്ന് പറയുമ്പോഴോ അതിന് നന്മ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നിരിക്കും. നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞിനെ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ കുഞ്ഞിന് തട്ട് കിട്ടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. തട്ട് കിട്ടുന്ന ഒരു അവസരം ഉണ്ടായാൽ നമ്മൾ തന്നെ തടുക്കാൻ പോകും, അല്ലെ? ഒരു കുഞ്ഞ് നടന്നിങ്ങനെ പോകുന്നു, ആരുടെയോ കുഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് കുഞ്ഞ് ഒന്ന് പെട്ടെന്ന് ആഞ്ഞു പോയാൽ നമ്മുടെ കൈകൾ ഉടനെ അതിന്റെ നേരെ ചെല്ലും. ആ കുഞ്ഞ് വീഴാതിരിക്കാൻ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ട്. അതിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. അതിനെ കരുതാനുള്ള, അതിനെ കരുതലോടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരും. അതിന്റെ ഗ്രോത്ത് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ നമ്മളതിനെ കുറിച്ച് വെറും വീഴ്ചയിൽ താങ്ങുന്ന ഒരു കൺസേൺ മാത്രമല്ല, അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കൺസേൺ ആയിരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇടപെടൽ. നമ്മൾ അതിന്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ അതിന് സുരക്ഷിതത്വം നൽകിക്കൊണ്ടായിരിക്കും. ഈ വിധത്തിലാണ് നമ്മളിൽ നിന്ന് വാത്സല്യം അങ്ങോട്ട് പോവുക. അതായത് അതിനെ പൊതിഞ്ഞിരിക്കാനുള്ള ഒരവസ്ഥ നമ്മളിൽ നിന്നുണ്ടാവും. ഒരു മാതാവോ പിതാവോ ആയി, അല്ലെങ്കിൽ നമ്മളൊരു ഉപരി വ്യവസ്ഥയായിട്ട് തന്നെ അതിനെ കരുതിയിരിക്കുന്ന, അതിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന, അതിന്റെ വളർച്ച ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രസൻസ് ആയിട്ട് നമുക്ക് മാറാൻ തോന്നുക. ഇതാണ് നമുക്ക് വാത്സല്യം എന്ന് പറയുക. ഈ രണ്ടും ഒരുമിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഒരു വസ്തു വലുതായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സത്ത വലുതായി നിൽക്കുന്നു, ഒരു സത്ത ചെറുതായി നിൽക്കുന്നു. ഈ വലുത് ചെറുതിനെയും ചെറുത് വലുതിനെയും പരസ്പരം അംഗീകരിക്കുമ്പോൾ വാത്സല്യവും ആദരവും ഒരുമിച്ചുണ്ടാവുന്നു, അല്ലെ? നമ്മിൽ തന്നെ ഇതുണ്ടാവും. ഞാൻ ഇവിടെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഈ ഉപരി വ്യവസ്ഥയ്ക്ക് ചെറിയ വ്യവസ്ഥയോട് വാത്സല്യവും, ചെറിയ വ്യവസ്ഥയ്ക്ക് വലിയ വ്യവസ്ഥയോട് ആദരവും ഉണ്ടാകുന്ന സമയത്താണ് ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഉണ്ടാവുക, മുതിർന്നവരും ചെറിയവരും തമ്മിലുള്ള ബന്ധം ഉണ്ടാവുക, അല്ലെ? ഇത് സിംഗിൾ ഡയമെൻഷനിലാണ്. ഇത് തിരിച്ചും കൂടെ ആവുകയാണെങ്കിലോ, നമ്മളോടുള്ള കരുതല ചെറിയ വസ്തുവിന് ഉണ്ടാവുകയാണെങ്കിലും, ചെറുതിനോടുള്ള ആദരം വലിയ വസ്തുവിനും ഉണ്ടാവുകയാണെങ്കിലോ, ഇനി സമമാണെന്നിരിക്കട്ടെ, സമമാണെങ്കിൽ തന്നെ ഇവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും വാത്സല്യവും ഉണ്ടാവുകയാണെങ്കിലോ, അപ്പോ അവിടെ ഈ പരസ്പരമുള്ള സ്നേഹത്തിന് ഒരു തരം പാകം ലഭിക്കും, ഒരു പക്വത ലഭിക്കും. അവിടെ എന്താ പറയാ, നമ്മള് ഒരു കാര്യത്തെ റെസ്പെക്ട് ചെയ്യുമ്പോൾ വാത്സല്യത്തിന് അതിനൊരു ഊഷ്മളത, അതിനൊരു ആർദ്രത, അല്ലെങ്കിൽ അതിന് ഒരു ജൈവത ഉണ്ടായി നമുക്ക് തോന്നും, അല്ലെ? അത് വെറുതെ കയറി തോന്നുന്നതല്ല. അപ്പോഴാണ് ബന്ധങ്ങൾക്ക് ശരിക്കും ഡെപ്ത് ഉണ്ടാവുക. അത് പരസ്പരമുള്ള വിശ്വാസം വളരെ സ്വാഭാവികമായി സംഭവിക്കും. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, കുഞ്ഞിതാണ് ചെയ്യുന്ന അമ്മ ഇതാണ് ചെയ്യുന്നത് കുഞ്ഞിനും അറിയാം. അപ്പൊ ഇവർക്ക് പരസ്പരം വിശ്വാസമുണ്ട്. ഇത് പറഞ്ഞു ഉറപ്പിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നെ വിശ്വസിക്കാമോ, ഞാൻ നിന്നെ വിശ്വസിച്ചോട്ടെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് അവിടെ അണ്ടർസ്റ്റുഡാണ്. ഈ ഒരവസ്ഥ ബഹുമാനമുണ്ടെങ്കിൽ അവിടെ സംഭവിക്കും, വാത്സല്യമുണ്ടെങ്കിൽ സംഭവിക്കും. ഇത് നമ്മുടെ
നിത്യജീവിതത്തിൽ ഈ സാധനത്തിന് വളരെയധികം ഈ കാര്യങ്ങൾക്ക്, ഈ മൂല്യങ്ങൾക്ക് വളരെയധികം വല്ലാതെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ മുതിർന്നവരോടുള്ള ഒരു ആദരം എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ അത് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതാണ്, അല്ലെ? മുതിർന്നവരോടുള്ള ആദരവ് ഉണ്ടാവേണ്ട, കുട്ടികളോടുള്ള വാത്സല്യം അത് കുടുംബത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇത് ഇപ്പൊ വീട്ടിലൊരു പട്ടി ഉണ്ടെന്നിരിക്കട്ടെ, അത് സഹജീവിയാണ്. സഹജീവിയോടുള്ള സഹബഹുമാനം വേണം. അതായത് സഹബഹുമാനം എന്നുള്ളതിനേക്കാളും സമബഹുമാനം എന്ന് പറയാം. നമ്മളെ പോലെ തന്നെ അതൊരു ജീവിയാണെന്നും അതിന്റെ ജീവാവകാശത്തെക്കുറിച്ചും അതിന്റെ താല്പര്യത്തെക്കുറിച്ചും, എന്നാൽ അതിന് നമ്മളോളം ബുദ്ധിയോ കമാൻഡോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നൽകേണ്ടുന്ന കരുതൽ നമുക്കുണ്ടെന്നും എന്നാൽ അതിന് റൈറ്റുകൾ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരവസ്ഥ സഹജീവികളോട്. ഇത് മൊത്തത്തിൽ പ്രകൃതിയോട് മൊത്തത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് പ്രകൃതിയോടുള്ള ഒരു കരുതലായിട്ട് നമുക്ക് മാറും. നമ്മുടെ സഹജീവികളോടുള്ള കരുതൽ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടുള്ള കരുതൽ, നമ്മുടെ കുടുംബം ആയി തീർക്കുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അവയോടുള്ള കരുതലായിട്ട് മാറും. ഇതിന്റെ ഒരു എക്സ്പാൻഡഡ് വെർഷനാണ് സമൂഹത്തിലുള്ളത്. നമുക്ക് സമൂഹത്തിൽ മുതിർന്നവരെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്, താഴ്ന്നവരെ കാണുമ്പോഴോ അവരോടും റെസ്പെക്ട് ഉണ്ടാവണം. അതിനേക്കാളും കൂടുതൽ വാത്സല്യം ഉണ്ടാവണം. അപ്പൊ റെസ്പെക്റ്റും വാത്സല്യവും ചില ചെറിയ വകഭേദങ്ങളെ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ അവ രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് സംഘർഷങ്ങൾ കുറയും. അതാണ്, ബന്ധങ്ങളിൽ സംഘർഷങ്ങൾ കുറയും. ഇപ്പോ അച്ഛൻ പറയുകയാണ് നീ അതെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്തിനപ്പത് എടുക്കണം എന്ന് തിരിച്ചു ചോദിച്ചാലത്തെ അവസ്ഥ അനുസരിച്ചു സംഘർഷമായി. അച്ഛനത് എടുക്കൂ എന്ന് പറയുമ്പോ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാനുള്ളതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് അച്ഛനത് പറയുന്നത്. കുഞ്ഞ് അത് അനുസരിക്കുന്ന അച്ഛനോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അവിടെ ഹാർമണി എന്നുള്ള സംഭവം സ്വഭാവമായിട്ടുണ്ടാവും. ഇവരാണ് അവിടെ സംഘർഷങ്ങൾ കുറയും. ഇത് പരസ്പര വിശ്വാസത്തെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യും. സഹജീവനത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് അല്ലെ പരസ്പര വിശ്വാസം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ സഹവർത്തിത്വത്തിന്റെ, സഹകരണത്തിന്റെ അടിസ്ഥാന ആൽഗരിതം എന്ന് പറയുന്നത്. അവിടെ സമാധാനപരമായിട്ടുള്ള ആ കോ എക്സിസ്റ്റൻസ് നടക്കുക. അപ്പോ ഒളിമ്പസ് ഇതിനെ കണക്കാക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ സത്തകളിലും മൂല്യം കാണാനുള്ള ഒരു ശേഷിയാണ് ബഹുമാന വാത്സല്യം എന്നുള്ളത്. എന്തിലും വലുതോ ചെറുതോ ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള ആന്തരിക മൂല്യത്തെ കണ്ടെത്താനുള്ള ശേഷിയാണ് നമ്മൾ ആ ഡീപിക്കോളജിക്കലി നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിലെ ഇൻട്രൻസിക് വാല്യൂ, ലീനമൂല്യം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ ലീനമൂല്യത്തെ കണ്ടെത്താനുള്ള ദൃഷ്ടിയാണ് ബഹുമാന വാത്സല്യം എന്ന് പറയുന്നത്. അത് അവരുടെ ധർമ്മത്തെയാണ് നമ്മൾ ആദരിക്കുന്നത്. അവരും ആ ശരീരത്തെ മാത്രമല്ല, അവരുടെ ധർമ്മത്തെ, അവരുടെ പൊസിഷനെ നമ്മൾ ആദരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ മ്യൂച്വാലിറ്റി എന്നുള്ളൊരു അവസ്ഥയിലൂടെ നമുക്ക് നിൽക്കാൻ പാകത്തിലുള്ള സ്നേഹം നമ്മളിൽ ഡെവലപ്പ് ചെയ്തു വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇടപെടലുകളിലെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ ഒന്നാണ്, യുണൈറ്റഡ് ആണെന്നുള്ള ആ നമ്മുടെ ഏകതയുടെ ഒരു സന്ദേശം അവിടെ ഉണ്ടായി വരും. അങ്ങനെയാണ് ഈ സഹജീവിതം എന്നുള്ളത് സമ്പുഷ്ടീകരിക്കുന്നത്. അതായത് ബഹുമാന വാത്സല്യങ്ങൾ എന്നുള്ള ആ മൂല്യം നമ്മളിൽ ഉണ്ടെങ്കിൽ തന്നെ സഹജീവനം എന്നുള്ളത് കൃത്യമായിട്ട് രൂപപ്പെടും. അപ്പൊ ഇതിന്റെ ഒരു പരിവർത്തന പഥം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ മുന്നിൽ കാണുന്നതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അംഗീകാരം, അതാണ് ആദരവായിട്ട് മാറുന്നത്. ആ ആദരവിൽ നിന്നാണ് സത്യത്തിൽ വാത്സല്യം ഉണ്ടാവുന്നത്. അതിനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാത്സല്യം ഉണ്ടാകുന്നത്. ആ വാത്സല്യത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് പോകുന്നത്. ആ വിശ്വാസത്തിൽ നിന്നാണ് പാരസ്പര്യത്തിലേക്ക് പോകുന്നത്. പാരസ്പര്യത്തിൽ നിന്നാണ് സാമൂഹികമായിട്ടുള്ള സമാധാനത്തിൽ, അല്ലെങ്കിൽ ആ സാമാജികമായിട്ടുള്ള ആ സത്തയുടെ, ആ കുടുംബമാണെങ്കിൽ അത്, അല്ലെ ആ വ്യക്തിയാണെങ്കിൽ അത്, ആ സമാധാനത്തിലേക്ക് പോകുന്നത്. ബഹുമാന വാത്സല്യങ്ങൾ ഈ വിധത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ, പീസ്ഫുൾ ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയല്ലേ നമ്മള് വനങ്ങളിലും തനിയെ നിലനിൽക്കുന്ന സംവിധാനങ്ങളിലുമെല്ലാം കാണുന്നത്. അത് തന്നെയല്ലേ ശാന്തമായ ഏതൊരു വ്യവസ്ഥയിലും കാണുന്നത്. ആ ശാന്തമായ വ്യവസ്ഥയിൽ നമ്മുടെ ശരീരം ശാന്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉപരിവ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയൊക്കെ തമ്മിൽ പാരസ്പര്യത്തിലായിരിക്കുമ്പോൾ അവയുടെ ബഹുമാന വാത്സല്യങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നത് കൊണ്ടല്ലേ ഇതിങ്ങനെ ശാന്തമായിട്ട് നിലനിൽക്കുന്നത്. ഈ ആൽഗരിതം നമുക്ക് മനസ്സിലാക്കിയാൽ, ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു ആൽഗരിതമായിട്ട് നിലനിന്നാൽ നമ്മുടെ ജീവിതം സുസ്ഥിരമാകും, ശാന്തമാകും, സമാധാനപരമാകും.
അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ നവഗോത്ര ജീവനത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അങ്ങനെ നിങ്ങൾക്കും സ്നേഹവും വാത്സല്യവും എന്താണെന്ന്, ആദരവും വാത്സല്യവും, ബഹുമാനവും വാത്സല്യവും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിരീക്ഷിക്കുക. വിധം വെളിപ്പെടുത്തി നിർത്താൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.